അവിയൽ. അതിലൊരു കോഴിമുട്ടയുടെ ടച്ച് കൂടി ഉണ്ടായാലോ? ഒരു 4 മുട്ട പുഴുങ്ങിയിട്ട് പകുതിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ്, ഒരു ഉരുളക്കിഴങ്ങ് കേട്ടോ, ക്യാരറ്റ്, ഒരു ക്യാരറ്റ്, ഒരു മുരിങ്ങക്കായ, മാങ്ങ. പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഈ വെള്ളം ഒഴിച്ച്. നിങ്ങൾക്ക് അവിയലിൻ്റെ ഒരു കഥ അറിയുമോ? അങ്ങനെയാണ് അവിയൽ രൂപം കൊണ്ടത് എന്നാണ് പറയുന്നത്. നന്നായിട്ട് വെന്തിരിക്കണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ച തേങ്ങ, ഉള്ളി, കറിവേപ്പില, പച്ചമുളക്, ജീരകം ക്രഷ് ചെയ്തെടുക്കേ ചെയ്യുള്ളൂ. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്രമാത്രം ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതിനനുസരിച്ച് നിങ്ങൾ തേങ്ങ എടുത്തോളൂ. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. തൈരും അല്ലെങ്കിൽ പുളിയോ എന്തെങ്കിലും ചേർത്താൽ അത് അവിയലായി. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്നും കൂടി ഇതൊന്ന് ഇങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം. അപ്പം നമ്മളെ കോഴിമുട്ട കൊണ്ടുള്ള അവിയൽ ഞാനൊരു പാത്രത്തിലേക്ക് ആക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തോളൂ. ഇനി പുതിയ ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് വരും. നമുക്ക് ഉടനെ കാണാം.